എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം. ഒരു സാധാരണക്കാരിയായ ഞാൻ എൻ്റെ ബാല്യത്തെ ഓർത്തെടുക്കുമ്പോൾ കോഴിക്കോട്ടെ കടപ്പുറത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന അഗാധവും അപാരവുമായ അറബിക്കടലിനെയാണ് ഓർമ്മ വരുന്നത്. പ്രക്ഷുബ്ധമായ കടലൊന്നുമല്ല. കന്നിയാത്രയിൽ തന്നെ ഛേദം വന്ന ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്നതുപോലെ ശാന്തസുന്ദരമായ കടൽ. ഏതാണ്ട് നീലസ്ഫടികപ്പാളി പോലെ തോന്നിക്കുന്ന കടൽ. സന്യാസിമാർക്ക് തടവില്ലൊരിടത്തു പോലും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ 4 വീട്ടിലെ കുട്ടികൾക്കും മറ്റു വീട്ടുകളിൽ പോകാൻ സമ്മതം ചോദിക്കുകയോ മുട്ടി വിളിക്കുകയോ ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, കോഴിക്കോട് പുതിയറയിൽ സബ് ജയിലിനടുത്തായി 4 വീടുകൾ. ഒന്നാമത്തേതിൽ എൻ്റെ മാതാപിതാക്കളും ഞങ്ങൾ കുട്ടികളും പിന്നെ പവനും കുഞ്ഞമ്മാവനും. രണ്ടാമത്തേതിൽ സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായ കോഴിപ്പുറത്ത് ശങ്കരമേനോനും കുടുംബവും. മൂന്നാമത്തെ വീട്ടിൽ ചിക്കോടിയനും മകൾ പുഷ്പയും മരുമകൾ രാധയും പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധു കരുണാകരൻ നായരും. നാലാമത്തെ വീട്ടിൽ സാമൂതിരി ഹൈസ്കൂളിലെ അധ്യാപകനായ ശങ്കരവാര്യരും കുടുംബവും. ഒഴിവു ദിവസങ്ങളിൽ രാവിലെ ഉണർന്നാൽ ഞാൻ ഒരു അലസഗമനം നടത്തും. ഒച്ചയുണ്ടാക്കാതെ ചിക്കൂടിയൻ്റെ വീട്ടിൽ പോകും. അദ്ദേഹം രാത്രി വരുമ്പോൾ വല്ല പുതിയ പുസ്തകമോ മാസികയോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഞാൻ രംഗപ്രവേശം ചെയ്തതായി മനസ്സിലാക്കിയാൽ പുഷ്പയുടെ അച്ഛൻ വിളിക്കും. അദ്ദേഹം ചിലപ്പോൾ മുകളിൽ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ കട്ടിലിന്മേലിരുന്ന് എന്തെങ്കിലും വായിക്കുകയായിരിക്കും. വളരെ സ്വകാര്യമായി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, മോളെ ബേബി, നീ പോയി നിൻ്റെ കുഞ്ഞമ്മാമൻ്റെ ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് വാ. അല്ലാതെ ഇപ്പം കാര്യം ഒന്നും നടക്കില്ല. പവനൻ അറിയണ്ട. കുഞ്ഞമ്മാമന് സിഗരറ്റും തിക്കൂടന് ബീഡിയുമായിരുന്നു പ്രിയം. അല്ലാതെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞത് രാവിലത്തെ കക്കൂസ് യാത്രയെ ഉദ്ദേശിച്ചാണ്. മലയാളത്തിലെ വംശനാശം വന്ന പദങ്ങളിലൊന്നാണ് കക്കൂസ്. കിൻഡർ ഗാർട്ടനിൽ LKG UKG പഠിച്ചവർ ആ വാക്ക് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതിലും മുതിർന്ന ജനറേഷൻ അതിനെ ഒരു അസഭ്യ വാക്കായിട്ടാണ് കരുതുന്നത് എന്ന് തോന്നുന്നു. തിക്കൂടിയം പറഞ്ഞതുപോലെ കാര്യം നടക്കാതിരുന്നാൽ ആരായാലും തെന്നാലി രാമൻ എന്ന മഹാപ്രതിഭയെ ഓർത്തു പോകും. കൃഷ്ണദേവരായർ എന്ന രാജാവിനെ കൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം വിവേചനമാണെന്ന് പറയിപ്പിച്ച തെന്നാലി രാമനെ. ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ 2 പേരും ചങ്ങല വലിക്കാർ, അതായത് ചെയിൻ സ്മോക്കേഴ്സ് ഒന്നുമല്ല. കുഞ്ഞമ്മാമൻ വീട്ടിൽ നിന്ന് വലിച്ചാൽ അമ്മ വടിയെടുക്കും. അമ്മയ്ക്ക് സിഗരറ്റിൻ്റെ മണം ഇഷ്ടമല്ല. പക്ഷേ കുഞ്ഞമ്മാമൻ സിഗരറ്റ് പാക്കറ്റ് കൊണ്ടുവച്ചാൽ അതിൻ്റെ പ്ലാസ്റ്റിക് കവർ വളരെ സൂക്ഷിച്ച് പൊളിച്ചെടുത്ത് അതിൽ വെള്ളം നിറച്ച് കെട്ടിക്കളിക്കുക, സൂര്യന് നേരെ പിടിച്ച മഴവിൽ നിറങ്ങൾ കാണുക എല്ലാം എൻ്റെ ബാല്യകാല വിനോദങ്ങളായിരുന്നു. പുഷ്പയ്ക്ക് 1.5 വയസ്സ് തികയും മുമ്പേ അവളുടെ അമ്മ മരിച്ചു പോയിരുന്നു. പിന്നെ അദ്ദേഹം ഓരോ നിമിഷവും ജീവിച്ചത് ആ മകൾക്ക് വേണ്ടിയാണ്. ആകാശവാണിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പുനർവിവാഹത്തിനുള്ള പ്രലോഭനങ്ങളെയെല്ലാം അദ്ദേഹം പുത്രിവാത്സല്യം എന്ന പരിച കൊണ്ട് തടുക്കുകയായിരുന്നു. 3 വയസ്സുള്ള പുഷ്പയെയും കൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ താമസത്തിന് വരുമ്പോൾ പുഷ്പ ഒരു വാശിക്കാരിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 17-ാം തീയതിയായിരുന്നു പുഷ്പ ജനിച്ചത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് തിക്കൂടിന് റേഡിയോ സ്റ്റേഷനിലേക്ക് പോവേണ്ടത്. ആ സമയത്ത് അച്ഛൻ്റെ കൂടെ പോവാനായി പുഷ്പ വാശി പിടിച്ച് കരയും. ആ 4 വീട്ടിലും പുഷ്പയ്ക്ക് ആകെ പേടിയുണ്ടായിരുന്നത് അവൾ എന്നും താടിമാമൻ എന്ന് വിളിച്ചിരുന്ന കുഞ്ഞമ്മാവനെയായിരുന്നു. താടി പിന്നീട് ഒഴിവാക്കിയെങ്കിലും വിളി അതേപോലെ തുടർന്നു. കൂട്ടത്തിൽ പറയട്ടെ, അമ്മായിയുടെ ഏഴത്തിലെ മകൾ പ്രഭ കുട്ടിയായിരിക്കുമ്പോൾ കുഞ്ഞമ്മാമനെ മീശമ്മാമൻ എന്നാണ് വിളിച്ചിരുന്നത്. പ്രഭയെയാണ് എഴുത്തുകാരൻ MP നാരായണപിള്ള വിവാഹം കഴിച്ചത്. സന്താന ദുഃഖത്തിൽ നിന്നാണ് പൂന്താനം ഒട്ടനേകം കവിതകൾ എഴുതി കണ്ണന് സമർപ്പിച്ചത്. തൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രധാന വികാരം ദുഃഖമാണെന്ന് തിക്കോടിയൻ്റെ രചനകൾ വായിച്ചാൽ തോന്നുകയില്ല. കുഞ്ചൻ നമ്പ്യാർക്കു ശേഷം, സഞ്ജയന് ശേഷം VKNനൊപ്പം മലയാള ഹാസ്യ സാഹിത്യത്തിൽ
തിക്കൂടിന് മുഖ്യ സ്ഥാനമുണ്ട്. അദ്ദേഹം നിമിഷ കവിയായിരുന്നു, കൂട്ടത്തിൽ പാരഡികളുടെ തമ്പുരാനും. എന്തിനേറെ മാർഷൽ സ്റ്റാലിൻ, ട്രൂമാൻ തൊട്ടിതെഴുതുന്ന മന്ദനാകും തിക്കൂടിയൻ വരെ സർവരും. പിന്നെ കൂവിൻ കൂവിൻ കുട്ടികളെ കൂവിത്തെളിയണമെന്നല്ലേ പ്രൊഫസർ വരുമ്പോൾ കൂവലിനാൽ പ്രഥമൻ വെച്ച് വിളമ്പേണം. ലെക്ചറർ വന്നു കടക്കുമ്പോൾ ലക്ഷം കൂവൽ കൊടുക്കണം എന്നൊക്കെ എഴുതാൻ ഒരു തിക്കൂടിന് മാത്രമേ കഴിയൂ. ആകാശവാണി, നാട്ടിൻപുറം തുടങ്ങിയ പരിപാടികൾക്ക് വേണ്ടിയുള്ള ചിത്രീകരണങ്ങൾ മാത്രമല്ല, ജീവിതം തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ അയൽക്കാരനായിരുന്ന ഞാൻ അറിഞ്ഞ തിക്കൂടിനെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ട്.